കാലത്തെ ആൺകുട്ടികളുടെ ലുക്ക് നോക്കിയിട്ടായിരുന്നു പെൺകുട്ടികൾ ആൺകുട്ടികളെ സെലക്ട് ചെയ്തിരുന്നത്. ലുക്ക് നന്നായിട്ട് നോക്കിയിരുന്നു. പിന്നീട് കുറെ കഴിഞ്ഞപ്പോൾ എന്ത് നോക്കി? സ്കില്ല് നോക്കി. പാട്ട് പാടാൻ കഴിവുണ്ടെങ്കിൽ പ്രത്യേക ഫാൻസ് ആയിരിക്കും, ഡാൻസ് കഴിവുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കും. അവന് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. പിന്നെ വീട് എന്തായിട്ട് വന്നു? കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിട്ട് വന്നു. ഏറ്റവും അവസാനം ഇപ്പൊ പെൺകുട്ടികൾ തിരഞ്ഞെടുക്കുന്ന സംഭവമാണ് എന്ത്? സെറ്റിൽഡ് ലൈഫ്. ഒരു കാലത്ത് ലുക്ക് നോക്കിയിരുന്നു, വേറൊരു കാലത്ത് സ്കില്ല് നോക്കിയിരുന്നു, വേറൊരു കാലത്ത് കമ്മ്യൂണിക്കേഷൻ നോക്കിയിരുന്നു. ഇപ്പൊ എന്താ നോക്കുന്നേ? സെറ്റിൽഡ് ലൈഫ്. നിങ്ങൾ ഇതിൽ ഏതാ ചൂസ് ചെയ്യാം? ഇത് നാലും കിട്ടിയിട്ടും കാര്യമില്ല. എന്ത് വർക്കൗട്ട് ആവണം? നല്ല ക്യാരക്ടർ ആവണം. ഒരു ജീവിതകാലം മുഴുവൻ നമ്മോടൊപ്പം കഴിയേണ്ട ഒരു പാർട്ട്ണർ നല്ല സ്വഭാവമല്ല, നല്ല രീതിയിൽ വർക്ക് ചെയ്തില്ല, എന്ന് കൂപ്പിനിട്ട് ഇടിയാണെന്നുണ്ടെങ്കിൽ വല്ല രസമുണ്ടോ? ഇല്ല. ജീവിതത്തിൽ ഏറ്റവും നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഏറ്റവും നന്നായിട്ട് എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, നമ്മുടെ അനുഭവങ്ങളെ നമ്മുടെ വൈബിനൊത്ത് ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇത് സക്സസ് ആയിട്ടുള്ള ലൈഫ് എന്ന് പറയുന്നത്.